അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷനാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഈസ് ഡിസെമിനേറ്റഡ് demyelination of nerve fibers of brain and spinal cord as a result of infection, immunological and genetic factors. ഡീമൈലിനേഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ് നമ്മൾ ഗുലിയൻ ബാരി സിൻഡ്രത്തിൽ പറഞ്ഞിരുന്നു. പെരിഫറൽ നെർവ്സിലുള്ള മൈലിൻ ഷീറ്റിന്റെ ഡീമൈലിനേഷൻ ആണ്. ഇവിടെ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിലാണെങ്കിൽ സെൻട്രൽ നെർവ്സിലുള്ള ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലുള്ള ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ നെർവ് സെൽസിന്റെ മൈലിൻ ഷീറ്റിനുണ്ടാവുന്ന ഡീമൈലിനേഷൻ ആണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഇൻഫെക്ഷൻ അല്ലെ വൈറൽ ഇൻഫെക്ഷനോ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷനോ ജനറ്റിക് ഫാക്ടേഴ്സോ കൊണ്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഉണ്ടാവുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മോട്ടോർ പ്രോബ്ലംസ്. മോട്ടോർ പ്രോബ്ലംസ് എന്തൊക്കെയാ? പാരലിസിസ് ഓഫ് ലിംബ്, ട്രങ്ക് ആൻഡ് ഹെഡ്. എക്സ്ട്രിമിറ്റീസിലെ ട്രങ്കിന്റെ അല്ലെങ്കിൽ ഹെഡിലേക്ക് പാരലിസിസ് ഉണ്ടാവുക. ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ, സ്കാനിങ് ഓഫ് സ്പീച്ച്, ക്ലിപ്ഡ് സ്പീച്ച് അഥവാ ബ്രേക്കിംഗ് ഇൻ ദ സ്പീച്ച് സൗണ്ട്, അതിനാണ് സ്കാനിങ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞത്. Then sensory problems. Sensory problems include numbness and tingling, vertigo, തലകറക്കം, patchy blindness, ഡോട്ട് ആയിട്ട് വിഷൻ ലോസ് ഉണ്ടാവുക, patchy blindness. Then decreased hearing, കപ്പാസിറ്റി കുറയുക. ഇതൊക്കെയാണ് സെൻസറി സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലെഹർമിറ്റസ് ഫിനോമിന. ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റോ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനോമിനയാണ് ലെഹർമിറ്റസ് ഫിനോമിന എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഷോക്ക് ലൈക്ക് ഫീലിംഗ് ഇൻ സ്പൈൻ ആൻഡ് ലെഗ് വെൻ നെക്ക് ഇസ് ഫ്ലെക്സ്ഡ്. നെക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഒരു സ്പൈനിലൂടെ ലെഗ്സിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ലെഹർമിറ്റസ് ഫിനോമിന എന്നറിയപ്പെടുന്നത്. പ്ലാസ്റ്റിക് ഓർ ഫ്ലാസിഡ് ബ്ലാഡർ. പ്ലാസ്റ്റിക് ഓർ ഫ്ലാസിഡ് ബ്ലാഡർ എന്ന ന്യൂറോജനിക് ബ്ലാഡർ, നെർവ് കൺട്രോൾ, ബ്ലാഡറിന്റെ നെർവ് കൺട്രോൾ നഷ്ടപ്പെടുക. നെക്സ്റ്റ് സെറിബ്രൽ സൈൻസ് ആണ് നിസാഗ്മസ്, ഡിസാർത്തി ആൻഡ് അറ്റാക്സിയ. നിസാഗ്മസ് മീൻസ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡാമേജ്, ഡിസ്റ്റർബ്ഡ് ഇൻ ദി കോർഡിനേഷൻ ഐ മൂവ്മെന്റ്. ഐ മൂവ്മെന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് നിസാഗ്മസ് എന്നറിയപ്പെടുന്നത്. ഡിസാർത്തിയ ഡിഫിക്കൽട്ട് ടു പ്രൊഡ്യൂസ് സ്പീച്ച്. അറ്റാക്സിയ മീൻസ് ഡിഫിക്കൽട്ട് ടു ഗേറ്റ്, ഡിസ്റ്റർബൻസ് ഇൻ ദി ഗേറ്റിൽ ഉണ്ടാവുന്ന അബ്നോർമാലിറ്റിയാണ് അറ്റാക്സിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എമോഷണൽ പ്രോബ്ലംസ്. എമോഷണൽ പ്രോബ്ലംസ് ഇൻ ഡിപ്രഷൻ, അപ്പതി ഓർ യൂഫോറിയ എഫക്റ്റ്. നെക്സ്റ്റ് ചാർക്കോ ട്രയാഡ്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിലെ ഹാൾമാർക്ക് അല്ലെങ്കിൽ ക്ലാസിക്കൽ സൈൻ ആണ് ചാർക്കോ ട്രയാഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഇന്റൻഷണൽ ട്രെമർ, ഇന്റൻഷണൽ ആയിട്ട് വിറയിൽ കൊണ്ടുപോകാം, ഇന്റൻഷണൽ ട്രെമർ. നിസാഗ്മസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റർബൻസ് ഇൻ കോർഡിനേഷൻ ഐ മൂവ്മെന്റ്. ദെൻ സ്കാനിങ് ഓഫ് സ്പീച്ച് ഓർ ക്ലിപ്ഡ് സ്പീച്ച്. ഇതൊക്കെയാണ് ക്ലിനിക്കൽ അടുത്ത് നമുക്ക് മാനേജ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് നോക്കാം. ഫസ്റ്റ് കോർട്ടിക്കോസ്റ്റെറോയിഡ്. ഇൻഫ്ലമേഷൻ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിഥൈൽപെട്രിസോൺ പോലുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ് കൊടുക്കുക. നെക്സ്റ്റ് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആയ ബീറ്റ ഇന്റർഫോൺസ് പോലുള്ള ഡ്രഗ്സ് കൊടുക്കാം. ദെൻ ഇമ്മ്യൂണോ സപ്രസ്. ഇമ്മ്യൂണോ ആക്ടിവിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോ സപ്രസ് കൊടുക്കാം. എക്സാൽ മൈസോസാൻഡ്രോൺസ്. നെക്സ്റ്റ് ഈസ് ഫ്ലാസിഡ് ബ്ലാഡർ. ഫ്ലാസിഡ് ബ്ലാഡർ മീൻസ് അണ്ടർ ആക്റ്റീവ് ബ്ലാഡർ. അണ്ടർ ആക്റ്റീവ് ബ്ലാഡറിന്റെ കണ്ടീഷനിലെ ബെതാനോക്കോൾ പോലുള്ള കോളോജിക് ഡ്രഗ്സ് കൊടുക്കാം. സ്പാസ്റ്റിക് ബ്ലാഡർ മീൻസ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ. ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഉള്ള കണ്ടീഷൻസിൽ പ്രോബാൻഡിൻസ് പോലുള്ള ആന്റി കോളോജിക്സ് കൊടുക്കാം. നെക്സ്റ്റ് മസിൽ റിലാക്സന്റ്. ഡയസിപ്പാം പോലുള്ള മസിൽ റിലാക്സന്റ് കൊടുക്കാറുണ്ട്. പിന്നെ ഫിസിക്കൽ തെറാപ്പി ആൻഡ് സൈക്കോ തെറാപ്പി, ന്യൂട്രീഷ്യൽ തെറാപ്പി ആൻഡ് മൾട്ടിവൈറ്റമിൻസ് കൊടുക്കാറുണ്ട്. ദെൻ ഫുഡ് ഈസ് ലോ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ, ഗ്ലൂട്ടൻ ഫ്രീ ഫുഡ് ആൻഡ് റോ വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് മാനേജ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.